ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ ഡ്രോയിങ് ആണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഗ്രിഡ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് അറിയത്തില്ല ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രിഡ് വരയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഹെയർ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പെൻസിൽ ആർട്ട് ലൈൻ്റെ 8B-യും 6B-യും ആണ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും. പിന്നെ 10B നമ്മൾ ഒരുപാട് ഡാർക്കുള്ള സ്ഥലത്ത് മാത്രം 10B യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ 8B-യും 6B-യും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെൻസിൽ എപ്പോഴും ഷാർപ്പൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ഓരോ തവണയും മുടി വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓരോടിക്കൊന്നും പറയുന്ന കാര്യം തന്നെയാണത്. അപ്പം നിങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ നല്ലോണം ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ചെയ്ത ഔട്ട്ലൈൻ്റെ പാർട്ട് കണ്ടിട്ട് അതുപോലെ വരച്ച് നോക്കിയോ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഡ്രോയിങ് ഒക്കെ മറ്റുള്ളവർക്ക് യൂസ് ആകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പം വരച്ച് തുടങ്ങിയിരിക്കുന്ന 6B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ മുടിയിൽ നോക്കുവാണെങ്കിലും ആ മുടിയിൽ കുറച്ച് ഭാഗത്തൊക്കെ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തലയുടെ മുകളിലായിട്ട് കുറച്ച് ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ആ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഏത് കോളത്തിലാണ് വരുന്നെങ്കിൽ ആ കോളങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ അവിടെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി. നിങ്ങൾ ഒരുപാട് ഡാർക്കാക്കി കൊടുക്കല്ലേ. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കുക.
അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നായിരിക്കും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പം വലിയ ആവശ്യം നമുക്കിന് പാർട്ട് 3 ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.